ആരോഗ്യ ദിനത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിഷേധ ജാഥയുമായി പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ കറുത്ത വസ്ത്രം ധരിച്ചാണ് ചാണ്ടി ഉമ്മൻ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. ചാലക്കുടിയിൽ നിന്ന് അമ്പലപ്പുഴ വരെയാണ് ജാഥ. ജെയ്സൺ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഇതൊരു വ്യത്യസ്തമായ പ്രതിഷേധമാണ് എന്ന് തോന്നുന്നു. സ്വന്തം മണ്ഡലത്തിൽ അവസാനത്തെ മണിക്കൂറുകളിൽ നിൽക്കേണ്ടയാളാണ് ഇപ്പോൾ ജാഥ നയിക്കാൻ ഒരുങ്ങുന്നത്. എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ കാര്യമെന്ന് ചോദിച്ചോളൂ ചാണ്ടിയോട്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സത്യത്തിൽ ഇത്രയും സാഹസികനായ ഒരു MLA എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുണ്ടാകുമെന്ന്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിനം, അവസാന ദിനത്തിൽ മറ്റു 9 മണ്ഡലങ്ങളിൽ പ്രചരണത്തിനിറങ്ങുന്ന എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു എന്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ കാണുന്നില്ല. ഉമ്മൻചാണ്ടിയൊക്കെ അങ്ങനെ റിസ്ക് എടുത്തിട്ടായിരിക്കും. വിഷയത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്ന ആരോഗ്യ ദിനമാണ്. ആരോഗ്യ ദിനത്തിൽ ആരോഗ്യ മേഖലയുടെ തകർച്ച അത് ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. ചാലക്കുടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സനീഷ് കുമാർ ജോസഫ് MLA അദ്ദേഹവും ഒന്നിച്ചാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് മറ്റു പല മണ്ഡലങ്ങളിലേക്ക് പോകാം. നമുക്ക് അരുൺകുമാർ അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. ഗുഡ് മോർണിംഗ് ചാണ്ടി ഉമ്മൻ. സ്വന്തം മണ്ഡലത്തിൽ നിൽക്കാതെ അവസാനത്തെ മണിക്കൂറുകളിൽ മറ്റു മണ്ഡലത്തിലൊക്കെ കറങ്ങി നടക്കാൻ ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി? അല്ല, അങ്ങനെയല്ല. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഇന്നലെ എൻ്റെ എന്താ പറയുക യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ അസറുദ്ദീൻ വന്ന പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ രാജസ്ഥാന്റെ പ്രതിപക്ഷ നേതാവ് വന്ന് ഞങ്ങളുടെ കൂരോപ്പടയിലെ റോഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ 3-4 പരിപാടികൾ ഇന്നലെ തന്നെ എൻ്റെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടികൾ അവിടെ തീർത്തതിന് ശേഷമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ ഇന്ന് ഡോർ ടു ഡോറുള്ള പ്രവർത്തനമുണ്ട്. കുട്ടിക്കലാശമില്ല. മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഈ കറുത്ത ഉടുപ്പ്, സൈക്കിള്, എത്ര ദൂരം, എന്താണ് ഉദ്ദേശം ഇന്ന്? അല്ല, ഇന്ന് ഇത് പരമാവധി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇന്ന് ചെല്ലാനുള്ള പദ്ധതിയായിട്ടാണെന്നുള്ളത്. കറുത്ത ഉടുപ്പ് പറഞ്ഞ പ്രതിഷേധമാണ് സർക്കാരിനെതിരെയുള്ള ഈ ആരോഗ്യ മേഖലയുടെ തകർച്ചയിൽ. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തെ തകർത്ത സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ ഇന്ന് കറുത്ത ഉടുപ്പിട്ട് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത്. കാരണം ഒരു മെഡിക്കൽ കോളേജ് തകർന്നു വീണ് ഈ കേരളത്തിൽ ഇങ്ങനൊരു ആശുപത്രിയിൽ ചെന്ന ഒരു അമ്മ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഗവൺമെന്റ് കാലത്താണ്. അപ്പോൾ അതുകൂടി കേരളത്തിലെ ജനങ്ങളെ ഓർപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരമാണിത്. അപ്പോൾ ഈ ചാലക്കുടി മുതൽ അമ്പലപ്പുഴ വരെ സൈക്കിൾ ഓട്ടാൻ പോവാണോ രാവിലെ? അങ്ങനെ പോയാൽ ഓടി എത്തത്തില്ലല്ലോ. ലോക്കറിയുള്ള സ്ഥലത്ത് ഒരു പ്രതിഷേധം, അത് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളായി ഒരുമിച്ച് നിന്ന് പ്രവർത്തനം നടത്തിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് 6 മണിക്കുള്ളിൽ തീർക്കണ്ടേ. സമയം കുറവാണ്, അതുകൊണ്ടാണ് ഇപ്പൊ തുടങ്ങുന്നത്. എനിക്കൊന്നു ചാണ്ടി ഉമ്മൻ മാത്രമേ ഉള്ളൂ സ്വന്തം മണ്ഡലത്തിൽ അവസാനത്തെ ഈ ലാപ്പിൽ ഓടി ഒന്ന് കൊട്ടിക്കലാശത്തിന് നിൽക്കാത്ത ഒരു സ്ഥാനാർത്ഥി. കൊട്ടിക്കലാശം ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്കൊന്നും അത് പലർക്കും മാതൃകയാക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും ബഹളമൊന്നും ആവശ്യമില്ലല്ലോ. ജനങ്ങൾ ഓൾറെഡി തീരുമാനം എടുത്തു കാണും അല്ലേ ചാണ്ടി ഉമ്മൻ? തീർച്ചയായിട്ടും നമ്മളിന്ന് ഈ ഒരു ഞാനൊരു പ്രോസസ്സ് തുടങ്ങി. അതിനകത്ത് ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒക്കെ ഒഴിവാക്കിയിരുന്നു. ആ പ്രോസസ്സിൻ്റെ ഒരു കംപ്ലീഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് പൊതുസമൂഹത്തിനിടയിൽ ഞാൻ വിശ്വസിക്കുന്നു അംഗീകാരം കിട്ടുന്ന ഒരു തീരുമാനം കൂടിയാണ്. കാരണം ഇത്രയധികം നമ്മൾ ചെറിയൊരു റെസ്ട്രിക്ഷൻ ചില കാര്യങ്ങളിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ചിലപ്പോൾ എന്നെ ബാധിച്ചേക്കാം. കാരണം എൻ്റെ പല പ്രവർത്തകർക്ക് അതിനകത്തൊരു വിഷമമുണ്ട്. അപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പിനൊരു ചൂട് കുറഞ്ഞേക്കാം. അത് ഞാൻ സമ്മതിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു കുറവ് വന്നാൽ പോലും അതുകൊണ്ടൊരു ഗുണം എനിക്ക് എൻ്റെ സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഞാൻ പോസിറ്റീവ്ലി കരുതുന്നത്. ഓക്കെ, അവസാനം എത്ര സീറ്റ് പ്രഡിക്ഷൻ ചാണ്ടി ഉമ്മൻ? ഒരു സംശയവും വേണ്ട, 85-ൽ കൂടുതൽ സീറ്റുകൾ UDF വരും. UDF സർക്കാർ ഉണ്ടായിരിക്കും എന്ന യാതൊരു സംശയവും. ഓക്കെ, താങ്ക് യു ചാണ്ടി ഉമ്മൻ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമാവട്ടെ യാത്രയും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഫലവും. ചാണ്ടി ഉമ്മൻ അവസാനം സൈക്കിളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വരുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം.